ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ വയനാട് ട്രാവൽ വ്ലോഗിൻ്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ 900 കണ്ടി ഓഫ് റോഡെല്ലാം കയറുന്നത് നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഞങ്ങളിതാ സൂചിപ്പാറ വാട്ടർഫോൾസിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് സൂചിപ്പാറ വാട്ടർഫോൾസിൽ നമുക്ക് കുളിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അവിടെ റിബണൊക്കെ ഇട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നൊന്ന് ഫ്രഷായി ഒന്ന് മുഖമൊക്കെ കഴുകി കാൽമുഖമൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ എൻ്റെ കാലിൽ നിന്നുള്ള രക്തമൊക്കെ നിങ്ങൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി കളഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സൂചിപ്പാറ വാട്ടർഫോൾസിൽ നിന്ന് നേരെ കൽപ്പറ്റ വന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതായിരുന്നു നമ്മുടെ റൂം. ഡബിൾ ബെഡ്റൂമാണ്. അപ്പം 700 രൂപയാണ് ഒരു ദിവസത്തെ ഫീ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള വിശാലമായിട്ടുള്ള റൂമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കിടന്നുറങ്ങി റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നാളെ രാവിലെ എണീറ്റ് നേരെ നമ്മുടെ ചെമ്പ്ര പീക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ അടുത്ത ദിവസമായിരിക്കുന്നു. നമ്മുടെ വയനാട് യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചെമ്പ്ര പീക്ക്. അതായത് മറ്റേ ഹാർട്ട് ഷേപ്പിൽ നാച്ചുറലായിട്ട് ഒരു തടാകം നമ്മൾ ട്രക്ക് ചെയ്ത് മലമുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത് ഒരുപാട് സ്റ്റാറ്റസുകളിലും ഒക്കെ ഇട്ട് വളരെ വൈറലായിട്ട് നിന്നിരുന്ന ഒരു സ്ഥലമാണ് ഹാർട്ട് ലേക്ക് അഥവാ ലവ് ലേക്ക്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ഈ ചെമ്പ്ര പീക്കിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 മണി തൊട്ടാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അതറിഞ്ഞിട്ട് ഞങ്ങൾ 7 മണിക്കാണ് ഇവിടെ എത്തിയത്. പക്ഷേ 7 മണിക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഏതാണ്ട് 4:30-5 മണി തൊട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്ന മെജോറിറ്റി ആൾക്കാരും. അവർ നേരത്തെ ഒന്ന് പേരൊക്കെ കൊടുത്ത് ഇട്ടേക്കുവാണ്. കാരണം ഒരു ദിവസം 200 പേരെ മാത്രമേ ചെമ്പ്ര പീക്കിലേക്ക് കയറ്റി വിടത്തുള്ളൂ. അപ്പം ആരും ടിക്കറ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പേര് കൊടുത്തിട്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ഈ കാണുന്ന ഗ്യാങ്ങിൻ്റെ കൂടെ കയറാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 മുതൽ 10 പേരടങ്ങിയ ഒരു ഗ്യാങ്ങിന് ഏതാണ്ട് 800 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് കയറി കഴിഞ്ഞാൽ ഒരാൾ കൂടുതൽ എമൗണ്ട് ഇടേണ്ടി വരും. അപ്പോൾ അവർ 5 പേരടങ്ങിയ ഒരു ഗ്യാങ് ആയിരുന്നു. അവരുമായിട്ട് കമ്പൈൻ ചെയ്ത് കയറാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നാണ്ട ഗൈസ്, ഇവിടെ നമുക്ക് കയറുമ്പോൾ പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട റൂൾസും കാര്യങ്ങളും, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, വാക്സിനേഷൻ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിസിറ്റിംഗ് ടൈമും തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മതി. ആ ഡൗട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഫോറസ്റ്റിലോട്ട് കയറുമ്പോൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങളും റൂൾസും എല്ലാം പോകുന്ന ഓരോ സംഘത്തിൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കിലായിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ വിനോദങ്ങൾ, അവിടുത്തെ ഫീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പ്ലാസ്റ്റിക് കയറ്റിയാലും ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടേ നമുക്ക് കയറാൻ കഴിയൂ. അപ്പോൾ ഗൈസ്, ഇതുകൊണ്ട് ആ കാണുന്ന മലമുകളിൽ ആ കോട പിടിച്ച് കിടക്കുന്ന ഭാഗത്താണ് നമുക്ക് ട്രെക്ക് ചെയ്ത് എത്താനുള്ളത്. അപ്പോൾ ട്രെക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഇവിടുന്ന് ഒരു ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, അവിടെ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കുപ്പിക്കകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. നമ്മൾ എന്ത് പ്ലാസ്റ്റിക് കൊണ്ടുവന്നാലും അതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് 50 രൂപ കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെ പ്ലാസ്റ്റിക് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ എങ്ങും നമ്മൾ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ഇതേ പ്ലാസ്റ്റിക് കാണിക്കുമ്പോൾ ആ പൈസ നമുക്ക് തിരിച്ചു തരും. അതാണ് ഇവിടുത്തെ ഒരു സംവിധാനം. കേട്ടോ ഗൈസ്, ഇവിടെ നിന്നാണ് ആക്ച്വലി ട്രെക്കിംഗ് പോയിൻറ്റ്. നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പിന്നീട് നമ്മൾ ഈ പോകുന്ന വഴി പലയിടത്തും നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക്കുമായിട്ട് കയറാൻ നോക്കരുത്. അതായത് സ്റ്റിക്കർ ഒട്ടിക്കാതെ കയറാൻ നോക്കരുത്. അപ്പോൾ അതാണ് ഗൈസ്, ഈ ഒരു ചെമ്പ്ര പീക്കിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതൊക്കെയാണ്. നല്ല കൊടും വനത്തിനുള്ളിലൂടെ വളരെ എഫേർട്ട് കൊടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ചെമ്പ്ര പീക്കിലേക്ക് കയറുകയാണ്. കയറി അവസാനം നമ്മൾ ആ ലേക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ വലിയൊരു നിരപ്പം കയറ്റം കയറാൻ പോവാണ്. തെന്നു കുത്തനുള്ള കയറ്റം. മനുഷ്യ എങ്ങനെ ഉണ്ടാ? പൊളി. ഓ, ആ ചേട്ടൻ നോക്കി കൊച്ചിനെ എടുത്തുകൊണ്ട് കയറുന്നു. ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന വ്യൂ കണ്ടോ ഗൈസ്?
മേളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഓ കുത്തനുള്ള കയറ്റി അടപ്പ് തെറിച്ചിട്ടിരിക്കും. ഇനി കുറെ കയറാറുണ്ട്. ടാസ്ക് നോക്ക്. അപ്പൊ എന്താ പറയാ ഗൈസ്, ഏതാണ്ട് 1-2 മണിക്കൂറത്തെ ഹെവി ട്രെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ചെമ്പ്ര പീക്കിന്റെ ഏറ്റവും മുകളിലെത്തിയത്. ഈ ഒരു ഹാർഡ് ലേക്കിന്റെ അടുത്തെത്തിയിട്ട് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു വെള്ളം ഒരല്പം നമ്മുടെ കൈക്കുമ്പിളിലെടുത്ത് നമ്മുടെ മുഖം കഴുകിയാൽ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു തണുപ്പുണ്ടല്ലോ, അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഈ വയനാട് വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഉഗ്രൻ മഴ പോലും പെയ്യാവുന്ന രീതിയിലാണ് അന്തരീക്ഷം നിൽക്കുന്നത്. വളരെ ഭംഗിയുണ്ട് കാണാൻ. എനിക്കൊന്ന് വയനാട്ടിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലനിരയാണ് ഈ ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അതുണ്ട്. അത്രയും ഉയരം കൂടിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ്ട് വലിയ ഒരു വിസ്താരമായിട്ടുള്ള ഏരിയ മുഴുവൻ ഈ ഒരു പീക്കിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ്. മസ്റ്റായിട്ട് നിങ്ങൾ എത്തണം. അപ്പോൾ ഗൈസ് നമ്മൾ 2 കിലോമീറ്റർ നീണ്ട ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ആ ഹാർട്ട് ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്പ്ര പീക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ലേക്ക് കാണുക എന്നത് തന്നെയാണ്. നമ്മളൊരു ടോപ്പിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ ആ ലേക്ക് നിൽക്കുന്നത്, ആ ലേക്ക് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനാണ് എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട് 2 കിലോമീറ്റർ നടന്ന് കയറുന്നത്. പിന്നെ ഈ വരുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടം കിടപ്പുണ്ട്. ആ ട്രക്കിങ് നമ്മൾ വിചാരിക്കും ഈ ട്രക്കിങ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ എങ്ങനെ ആന കയറുന്നെന്നുള്ളത്. അമ്മാതിരിയുള്ള ട്രക്കിങ് സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഈ പോച്ചകളുടെ എല്ലാ ഇടയിൽ അണലിയും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഗൈഡുകൾ പറഞ്ഞ് കാട്ടിൻ്റെ അകത്തോട്ട് നടന്ന് കയറൽ അണലിയുണ്ട്, കടി കിട്ടും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ചെമ്പ്ര പീക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് കാണും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, RT-PCR വേണോ അതോ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയോ, ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. എത്ര മണിക്ക് വന്നാൽ കൃത്യമായിട്ട് കയറാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെമ്പ്ര പീക്ക് ഏതാണ്ട് 4 വർഷത്തോളം അടഞ്ഞു കിടന്നിരുന്നതാണ്. ഇപ്പോൾ ഈ അടുത്താണ് അവർ പിന്നെയും സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്തത്. അതുപോലെ ഏത് നിമിഷം വേണമെങ്കിലും ഇവർ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. കാരണം ഇത് എന്തോ പ്രകൃതി സംരക്ഷണ വകുപ്പ് എന്തോ അതിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ആൾക്കാർ സ്ഥിരം കയറി ഈ ഒരു എൻവയോൺമെൻറ്റിന് ഹാനി ഉണ്ടാവാതിരിക്കാനാണ് അത്തരത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്യുന്നത്, അല്ലാതെ കൊറോണ കാരണമൊന്നുമല്ല. അതുപോലെ തന്നെ ഇവിടെ മിനിമം 200 വരെ മാക്സിമം 200 വരെ മാത്രമേ ഇതിൻ്റെ അകത്ത് കയറ്റത്തുള്ളൂ. 200 കൂടുതൽ എത്ര ഒരാൾ വന്നപ്പോൾ ഒരു കയറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതും കൊറോണ കാരണമല്ല, ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. 200 വരെ ഒരു ദിവസം കയറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി ടിക്കറ്റിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി 7 മണി തൊട്ട് 12:30 വരെയാണ് നമുക്ക് ട്രെക്കിംഗ് ചെയ്യാനുള്ള സമയം, അതായത് ടിക്കറ്റ് എടുത്ത് വരാനുള്ള സമയം. പക്ഷേ 10 മണിയൊക്കെ കഴിഞ്ഞല്ലേ 10-12 മണിക്ക് വന്ന് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട, നടക്കുന്ന കാര്യമല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4 മണി 5 മണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുക.
പ്രത്യേകിച്ച് വീക്കെൻഡ്സ് സൺഡേ സാറ്റർഡേ അങ്ങനത്തെ സമയമാണെങ്കിൽ അവർ 5 മണിക്കൊക്കെ തന്നെ ആൾക്കാർ വന്ന് 200 ഫില്ലാവും. പിന്നെ വരുന്നവർക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. ഇതറിയാതെ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മണി 5:30 ആ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കണം. ആരൊക്കെയുണ്ട്, നിങ്ങളുടെ ലിസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ പേര് എഴുതി ഇവിടെ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പിന്നീട് ടൈം ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം. ഒരു 10 പേരടങ്ങിയ സംഘത്തിന് 850 രൂപ, അതാണ് ഇവിടുത്തെ ഫീസ് വരുന്നത് ട്രെക്കിങ് ചെയ്യുന്നതിന്. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടെ താഴെ ഒരു പുഴയുണ്ട്, അത് മാത്രം കണ്ടാൽ മതിയെങ്കിൽ 20 രൂപയാണ് വിസിറ്റിംഗ് ഫീ. അല്ലാതെ നിങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് ഈ പറയുന്ന ഹാർട്ടിലേക്ക് വരെ വരണമെന്നുണ്ടെങ്കിൽ 850 രൂപയാണ് ഫീസ് വരുന്നത്. അതിനി ഒരാളാണെങ്കിലും 850, 2 ആളാണെങ്കിലും 850. അപ്പോൾ ഇതിന് ഏറ്റവും പറ്റിയ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ രാവിലെ വരിക, ഒരു 5-5:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ തന്നെ 3-4 ആൾക്കാർ മാത്രമായിട്ട് കയറാൻ നിൽക്കുന്നവർ കാണും. അവരുമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളൊരു 10 പേരെന്നുള്ള രീതിയിൽ ഒരുമിച്ച് ടിക്കറ്റ് എടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് 100 രൂപ എല്ലാം വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ് ലാഭിക്കാം. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായി പോയി. ഞങ്ങൾ 7 മണി പ്രതീക്ഷിച്ച് വന്ന് 7 മണിക്ക് കറക്റ്റ് വന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു 5 പേരടങ്ങിയ ഒരു ഗ്യാങ്ങുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യക്കേടെന്ന് പറഞ്ഞാൽ മതി, അവർ നേരത്തെ പേര് കൊടുത്തേ. അവർ 5:30 വന്ന് ഈ 5 പേരുടെയും പേര് കൊടുത്തേ. പിന്നെ വന്നിട്ട് നമ്മുടെ പേര് അവരുടെ കൂടെ ആഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആദ്യമേ ഒന്ന് പേര് കൊടുക്കണം. നിങ്ങൾ നേരത്തെ വന്ന് 8 പേരെ സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 പേരെ സിറ്റ് ചെയ്യുക, പേര് കൊടുക്കുക, എന്നിട്ട് മാത്രം ടിക്കറ്റ് എടുക്കുക. നേരത്തെ വരിക, ഒരു 5:30 വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ കയറുന്നതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒന്നെങ്കിൽ RT-PCR എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 1 ഡോസ് വാക്സിനെങ്കിലും മിനിമം എടുത്ത ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പം വാക്സിൻ എടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RT-PCR എടുത്ത് 72 മണിക്കൂറിൻ്റെ അകത്തുള്ള RT-PCRൻ്റെ നെഗറ്റീവ് റിസൾട്ട് കാണിച്ച് കയറാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് മതി നിങ്ങൾക്ക് ഈ പീക്കിലോട്ട് കയറാനായിട്ട്. അതുപോലെ ഇത് രണ്ടും ഇല്ലാത്തവരാണെങ്കിൽ 1 മാസം മുമ്പെങ്ങാണ്ട് കോവിഡ് വന്നിട്ട് നെഗറ്റീവായ ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കും കയറാം. ഇങ്ങനെയുള്ള ഇത്രയും കാര്യമാണ് ഇവിടെ വേണ്ടുന്നത് കയറാൻ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ്. പിന്നീട് നമ്മുടെ വാക്സിൻ വാക്സിൻ്റെ 1 ഡോസിൻ്റെ കാര്യം കാണിക്കുന്നവർ അതിൻ്റെ അകത്ത് വാക്സിൻ റെഫറൻസ് ഐ ഡി ഉണ്ട്. ആ റെഫറൻസ് ഐ ഡിയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുപോലെ ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും നമ്മളെ അകത്തോട്ട് ഇവർ കയറ്റി വിടത്തില്ല. നിങ്ങളപ്പം കുപ്പിയിൽ വെള്ളമായിട്ടൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് താഴെ തന്നെ ഒരു സ്റ്റിക്കർ വരെ അടിച്ചു തരും. 50 രൂപയാണ് ഒരു കുപ്പിക്ക് മേടിക്കുന്നത്. അപ്പോൾ 2-3 കുപ്പി ഉണ്ടെങ്കിൽ 150 രൂപ അത് കൊടുത്ത് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ കാണിച്ചാൽ മതി. ആ പൈസ നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യും. അതുകൊണ്ട് പൈസ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, തിരിച്ച് റീഫണ്ട് ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് കവർ, ലേസ്, അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനം കൊണ്ടുവന്നാലും അവിടെ ഇതേപോലെ 50 രൂപ കൊടുത്ത് ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം. തിരിച്ച് നിങ്ങൾ ആ കവറവിടെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഈ പൈസ തിരിച്ച് റീഫണ്ട് ചെയ്തോളൂ. അപ്പോൾ കഴിവതും നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ എടുക്കാതിരിക്കുന്നത് ബെറ്റർ. വെള്ളം മാത്രം എടുക്കുക, വെള്ളക്കുപ്പി മാത്രം. പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഫുഡ് ഐറ്റംസോ കൊണ്ടുവരികയാണെങ്കിൽ ഒരു തുണിക്കകത്തോ പേപ്പറിൻ്റെ അകത്തോ പൊതിഞ്ഞ് കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ കഴിവതും വെയിറ്റ് കുറച്ച് തന്നെ കൊണ്ടുവരണം. വെയിറ്റ് ഒരുപാട് നമ്മുടെയൊക്കെ വെയിറ്റ് നല്ല ഉണ്ടായിരുന്നു ആ ബാഗിൻ്റെ അകത്ത്. നല്ല വെയിറ്റ് ചുമന്ന. ഞങ്ങൾ 3 പേരും പല രീതിയിൽ മാറിയും ചുമന്നൊക്കെയാണ് കയറിയത്. ഇനിയിപ്പോൾ ഇറങ്ങുന്നത് അങ്ങനെ തന്നെ, കാരണം നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. അതുകൊണ്ട് കഴിവതും വെയിറ്റ് കുറച്ചുള്ള സാധനങ്ങളുമായിട്ട് തന്നെ കയറാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയുള്ള ചെമ്പ്ര പീക്കിനെ കുറിച്ച് പറയാം. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്, കാണാനാണെങ്കിലും എല്ലാം പക്കയാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആ മഞ്ഞൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം, കോടമഞ്ഞ്. കമ്പ്യൂട്ടർ ഇനി ചെമ്പ്ര പീക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും പറയണ്ടേ പറ. നിനക്ക് എന്തോ ചെമ്പ്ര പീക്ക് കണ്ടിട്ട് തോന്നുന്നത്? അത് തന്നെ വയനാട് വന്നതിൽ വെച്ച് ഇപ്പം കണ്ടത്. അതെ, ട്രെക്കിങ് ചെയ്തതുകൊണ്ട് ഉപകാരപ്പെട്ട സ്ഥലം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെമ്പ്ര പീക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് 12 മണി വരെ ഈ ട്രെക്കിങ് ചെയ്ത് വരുന്നവർക്ക് പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് 2 വിസിറ്റിംഗ് ഉണ്ട്. ഒന്ന് നോർമൽ 20 രൂപ കൊടുത്തൊരു സാധാ വിസിറ്റിംഗ് ഉണ്ട്, അത് താഴെയുള്ളൊരു പുഴ വരെ ചെല്ലാം. അതല്ലാതെ ട്രെക്കിങ് ചെയ്ത് നടന്ന് കയറാനുള്ള ആണ് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് കയറുന്നത്. അത് 12 മണിക്ക് ശേഷം ഇറങ്ങിയേ പറ്റൂ. കാരണം അതിന് ശേഷം ഇവിടെ ആനയൊക്കെ ഇറങ്ങേണ്ട ടൈമാണ്. നമ്മുടെ കറക്റ്റ് മനുഷ്യരുടെ കാലൊച്ച തീരുമ്പം ആന അവിടെ ഹാർട്ട് ലേക്കിൻ്റെ അവിടെയൊക്കെ വരുമെന്നാണ് അവിടെ നിന്ന് നമ്മുടെ ഗൈഡുകളൊക്കെ പറഞ്ഞത്. അതുപോലെ ഈ കാണുന്ന പോച്ചകളിലൊക്കെ അവിടെയുള്ള ഭാഗങ്ങളിലൊക്കെ അണലിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ആരും ആ പോച്ചയിലോട്ട് നടക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറിയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, വേറൊന്നും കൊണ്ടല്ലെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ കാര്യം. അപ്പം ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, പൊളിയാണ്. ഓന്ത് നൈസ് ഒരു ഓന്ത് ഓടിപ്പോയി. അപ്പോൾ തിരിച്ച് നമ്മൾ എന്തായാലും പീക്ക് ഇറങ്ങുവാണ്.
ഇനി അടുത്ത നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടുന്ന് ഇടയ്ക്കൽ കേവ്സ് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. വയനാട് വന്നാൽ കാണേണ്ട മറ്റൊരു സ്ഥലമാണ് ഇടയ്ക്കൽ കേവ്സ്. അത്രയും പഴമ ഉള്ളൊരു റോക്കാണ്. പഴയ ആൾക്കാരുടെ ഒരു ആൽഫബറ്റ്സൊക്കെ കുത്തി വെച്ചേക്കുന്ന പഴഞ്ചൻ റോക്കാണ്. അപ്പം ഇടയ്ക്കൽ കേവ്സ് ഒന്ന് കയറണം. അതുപോലെ നമുക്ക് ഒരു സെക്കൻഡ് ഗൈസ്. അതുപോലെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചിലപ്പം ബാണാസുര സാഗർ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാൻ പോകണം. പിന്നെ വൈകിട്ട് അമ്പലവയലിൽ ചെന്ന് സൺസെറ്റ് കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിക്കുന്നത്. പിന്നെ തിരിച്ച് നേരെ കൽപ്പറ്റയിൽ പോയി റൂമിൽ സ്റ്റേ ചെയ്യുന്നു. അത് പറയണം കേട്ടോ ഗൈസ്. അവിടെ കൽപ്പറ്റയിൽ തന്നെ നമുക്ക് ജംഗ്ഷനിൽ തന്നെ ഒരു നല്ലൊരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. 700 രൂപയാണ് ആയത്, ഡബിൾ ബെഡ്റൂം. ഞങ്ങൾ 3 പേര് സുഖമായിട്ട് കിടക്കാം. 2 കട്ടിലുണ്ട്, വലിയ വിശാലമായിട്ടുള്ള റൂം, ബാത്റൂമൊക്കെ നല്ല നീറ്റ്, ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ടുള്ള റൂം. AC നോൺ AC അവൈലബിളാണ്. നമ്മൾ നോൺ AC എടുത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല തണുപ്പുണ്ട് രാത്രിയിലൊക്കെ. അവിടെ അവർ മേടിച്ച തുക വെറും 700 രൂപയാണ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തെ സ്റ്റേ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1400 രൂപയാണ് ഇവിടെ. അപ്പോൾ റൂമിൻ്റെ കാര്യമൊന്നും സീനില്ല. കൽപ്പറ്റ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂമൊക്കെ ഒരുപാട് അവൈലബിളാണ്. അപ്പം ഇന്നത്തെ ഈ കുറച്ച് വീഡിയോസും കൂടി, ഇന്നത്തെ ദിവസത്തെ വ്ളോഗും കൂടെ അവസാനിച്ച് കഴിഞ്ഞാൽ നാളെയാണ് നമ്മുടെ റൈഡിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു യാത്ര. ഇവിടുന്ന് വയനാട് നിന്ന് നേരെ മുത്തങ്ങ ഫോറസ്റ്റ് വഴി തന്നെ അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് നിന്ന് മുത്തങ്ങ ഫോറസ്റ്റ് കടന്ന് ബണ്ടിപ്പൂര് ടൈഗർ റിസർവ്, മുതുമല ഫോറസ്റ്റ്, അതുവഴി ലാസ്റ്റ് ഗൂഡല്ലൂരി ചെന്ന് വേണമെങ്കിൽ അവിടെ നിന്ന് 40 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊട്ടി പോകാം. പക്ഷെ നമുക്കിപ്പോൾ ഊട്ടി പോകാനുള്ള ടൈമും ബഡ്ജറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് തിരിച്ച് നിലമ്പൂർ വഴി കേരളത്തിലേക്ക് തിരിച്ച് മലപ്പുറത്ത് കയറി അങ്ങ് കൊല്ലത്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന കൽപ്പറ്റയിൽ വന്ന് സ്റ്റേ അടിച്ച് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഊട്ടിയിലും പോകണമെന്നുള്ളവർക്ക് പോകാനുള്ള വകുപ്പുണ്ട്. വീണോ ഇല്ലേ? അപ്പോൾ നാളത്തെ റൈഡിന് വേണ്ടിയാണ് ഞങ്ങൾ സത്യത്തിൽ ഇത്ര നേരം വെയിറ്റ് ചെയ്ത്. 2 ദിവസത്തെ വെയിറ്റിംഗ് അതിനായിരുന്നു. പിന്നെ ഞങ്ങൾ RT-PCR ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. 72 മണിക്കൂറിനകത്തുള്ള വേണം. ഞങ്ങളിവിടെ കൊല്ലത്തുനിന്ന് റൈഡ് ചെയ്തപ്പോൾ തന്നെ RT-PCR എടുത്തിട്ടുണ്ട്. 500 രൂപയായിട്ടുള്ളൂ. അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യം എല്ലാം കിട്ടി, നെഗറ്റീവാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരപ്രകാരം 500 രൂപ മാത്രമേ RT-PCR ടെസ്റ്റിന് മേടിക്കാവൂ. ചില ലാബിൽ കൂടുതൽ മേടിക്കുന്നതായിട്ടൊക്കെ കാണാം. അതുകൊണ്ട് നിങ്ങൾ 500 രൂപയ്ക്ക് തന്നെ കിട്ടുന്ന സ്ഥലത്ത് പോയി RT-PCR ചെയ്യുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് അടുത്ത ദിവസം തന്നെ നമുക്ക് രാവിലെ തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾ RT-PCRൻ്റെ അതിരാവിലെ തന്നെ കിട്ടി റിസൾട്ട്. RT-PCRും ഫസ്റ്റ് ഡോസ് വാക്സിനും മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കയറാൻ ഇത് നിർബന്ധമാണ്. പിന്നെ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ റിസർവ് ഉള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളാണ്. അതുകൊണ്ട് അവിടെ കർണാടക തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളാണ്. അതുകൊണ്ട് അവിടെ പാസും കൂടി വേണമെന്ന് ഒരു സംസാരം കേട്ടിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ പാസിൻ്റെ ആവശ്യമില്ല, RT-PCR മതി. RT-PCRും വാക്സിനും കാണിച്ചാൽ മതി, കയറ്റി വിടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ ബുക്ക് ചെയ്തേക്കുന്ന അവിടുത്തെ അയാൾ ഹെൽപ്പ് ചെയ്യാം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഇപ്പം RT-PCRും ഫസ്റ്റ് ഡോസ് വാക്സിനുമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പാസിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ അവിടുത്തെ ട്രിപ്പാണ്. നമ്മൾ പോകുന്ന വഴിയിൽ നല്ല കിടിലായിട്ട് മൃഗങ്ങളൊക്കെ കാണാം. മാനിനെയും ആനയും കാട്ടാനയും അതുപോലെ കടുവ വരെ കാണാൻ പറ്റുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. നമ്മൾ ഓടിക്കുന്ന റൂട്ടിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ റോഡിൽ കൂടെ കടുവ നടന്ന് പോകുന്നതും കിടക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭാഗ്യം കൊണ്ടേ കാണാം. അമ്മാതിരി കൊടും വനത്തിൽ കൂടെ ഓടിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ അടുത്ത സ്ഥലമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.